ഹലോ ഗൈസ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. സാർ, അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് എന്താണ് ഈ സംഭവം എഴുതിയിരിക്കുന്നത് എന്നുള്ള ഡൗട്ട് തോന്നും. ഓക്കെ, നമ്മുടെ ഡിഗ്രിക്കുള്ള സിലബസിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ രണ്ട് രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നിന്റെ പേരാണ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒന്നിന്റെ പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റ്. പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കിയെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റ് നമുക്ക് 1773 ചാർട്ടർ ആക്ട് അങ്ങനെയുള്ള ആക്ട് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലെ, 1947 വരുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെ വരുന്ന ആക്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ താഴെ ഇതിന്റെ ഒന്നാമത്തെ പാർട്ട് നേടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് ആദ്യം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക, കുറെ കൂടി ബെറ്റർ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ എന്റെ പേര് കിരൺ. നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? ഓക്കെ, സോ ഇതൊരു ടെലിഗ്രാം ചാനലാണ്, @കിരൺ സ്റ്റഡി സർക്കിൾ 123. ഇതിലാണ് ഇതിന്റെ PPTs മറ്റു കാര്യങ്ങൾ എല്ലാതും ഉണ്ടാവുക. ഓക്കെ, സോ അതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ട്, അതിൽ ചോദിക്കാവുന്നതാണ്. ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആദ്യം നമ്മൾ എന്താണ് പഠിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ചെയ്തതെന്നാണ് ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതിന്റെ സാരാംശം, അതായത് ബേസിക് ആയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടൊരു സംഭവമാണ്. അതായത് ഇവിടെ ബ്രിട്ടീഷുകാർ എന്തുണ്ടായിരുന്നു, നമ്മുടെ അവരുടെ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ സ്ലോ ആയിട്ടാണ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നത് 1600-കളിലാണ്. ഓക്കെ, 1600 വരുന്ന ഇവര് ഇവിടെ ഭരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1757-ലാണ്. അപ്പൊ ഒരു 157 വർഷം എടുത്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവിടെ ഭരിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഈ 1757 1757 പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. അതാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, അപ്പോ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യം വന്നപ്പോൾ അവർക്ക് ഇവിടെ ഭരിക്കണം എന്ന് ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇന്ത്യ പിടിച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? ആഗ്രഹമൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ആഗ്രഹം ഇല്ലാതൊന്നല്ല അവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരിവിടെ വന്ന സമയത്ത് ഇവിടെ ഡച്ചുകാരുണ്ട്, കുറച്ച് സ്ഥലത്ത് പോർച്ചുഗീസുകാരുണ്ട്. ഓക്കെ, പിന്നെ പിന്നെ ആരാ, നമ്മുടെ ഫ്രഞ്ചുകാർ വരുന്നുണ്ട്, ഡാനിഷുകാർ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സിസ്റ്റവും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ യൂറോപ്യൻസ്മാരെന്ന് എല്ലാവരെയും പുറത്താക്കണം. ഇതാണ് പോയിന്റ് നമ്പർ 1. ആദ്യം അവർക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള യൂറോപ്യന്മാരെല്ലാം പുറത്താക്കണം. രണ്ടാമത് അവർക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവർക്ക് ബേസ് ഉണ്ടാക്കിയിട്ട് അവർക്ക് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചറൽ ഫോം ഉണ്ടാക്കണം. അവർക്ക് സ്വന്തമായി സൈന്യം വേണം, അവർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് വേണം, ഇതെല്ലാം വേണം. എന്നാലല്ലേ അവർ രാജാവുമായിട്ട് പോയി യുദ്ധം ചെയ്ത് ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തുടങ്ങി നാളെ മറ്റന്നാൾ 2 ആഴ്ച കൊണ്ട് ഇന്ത്യ പിടിച്ചെടുക്കുന്ന പ്രോസസ് തുടങ്ങാൻ പറ്റില്ലല്ലോ. അവർ ഇന്ത്യ പിടിച്ചെടുക്കാൻ വേണ്ടി, അത് ഇന്ത്യയിൽ ഭരിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രോസസ് തുടങ്ങാൻ പോകുന്നത് 1757-ലാണ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം ഒക്കെ അല്ലേ, അതായത് ബ്രിട്ടീഷ് റൂൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാജുവൽ പ്രോസസ് ആണ്. ഓക്കെ, നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടി പോകില്ലേ, സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകില്ലേ, സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോയ ഉടനെ നമ്മൾ PG ആണോ പഠിക്കുക? അല്ല, LKG UKG 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 5 to 10, +1 +2 ഡിഗ്രി. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ PG-യിലേക്ക് പോവുള്ളൂ. ആണ്, അതേ പ്രോസസ് ആണ് ബ്രിട്ടീഷുകാർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയാ വന്നത്? ട്രേഡിന്, വ്യാപാരത്തിന് വേണ്ടി ഒരു വന്ന കമ്പനിയാണ്. അത് ഇവിടെ എന്തായിട്ട് മാറി? ഒരു കൊളോണിയൽ റൂൾ ആയിട്ട് മാറി. ഇതാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരു സെക്കൻഡ്, ഇതാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ചാപ്റ്ററിന്റെ പേരാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യം മനസ്സിലായോ? ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഇവന്റ്സ്, അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ പോകുന്ന 2 കാര്യമാണ്. ഒന്ന് ബാറ്റിൽ ഓഫ് പ്ലാസി, രണ്ടാമത്തെ ബാറ്റിൽ ഓഫ് ബക്സർ. ഓക്കെ, ഈ 2 ബാറ്റിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ബ്രിട്ടീഷുകാരിവിടെ വന്നതിന് ശേഷം അവരെന്ത് ചെയ്യും, ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് നയിക്കും. അതുവരെയുള്ള സിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഏകദേശം 1600 അവർ വന്നിട്ട് 1757 വരെയുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്.
ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇംഗ്ലീഷുകാര് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി പോവാം. ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്, വരുന്നതിന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് രണ്ട് കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. ഒരു കാര്യം നടന്നത് 1588-ലാണ്, 1588-ലാണ്. ഒരു കാര്യം നടന്നത് 1580-ലാണ്. സാർ എന്താണ് നടന്നത്? അത് നമുക്ക് 1580-ലേക്ക് പോകാം. 1580-ല് ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തി ലോകം ചുറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് പോകാൻ പറ്റും. പോർച്ചുഗീസുകാർ പോയി, ഡച്ചുകാർ പോയി, ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാം, കടലിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന അവർക്ക് മനസ്സിലായി. ഒരു എന്ത് വന്നു, ഒരു ഇൻസ്പിറേഷൻ വന്നു. നമുക്കും പോകാം എന്ത്, കടലിലേക്ക്. എല്ലാരും പോകും ജോ കുറിഞ്ഞിമലയിൽ, ഈ ഞാനും പോകും ജോ കുറിഞ്ഞിമലയിൽ. എന്ന് വെച്ചാൽ എന്താ, എല്ലാവരും ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്, എനിക്കും ഇന്ത്യയിലേക്ക് പോകാൻ പറ്റും എന്ന് ബ്രിട്ടീഷുകാർക്ക് ആദ്യമായി കാണിച്ചു കൊടുത്ത വ്യക്തിയാണെന്ത്, ഫ്രാൻസിസ് ഡ്രേക്ക്. എപ്പോഴാ കാണിച്ചു കൊടുത്തത്? 1580. ഇതെല്ലാം ചെയ്തിട്ടും ബ്രിട്ടീഷുകാർക്ക് ധൈര്യം വന്നില്ല. കാരണം എന്താ, അവിടെ സ്പാനിഷുകാരുണ്ട്, അവിടെ ഡച്ചുകാരുണ്ട്, അവിടെ പോർച്ചുഗീസുകാരുണ്ട്. ഇവരെല്ലാം ഇപ്പൊ എന്താ, കിങ് ആയിട്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് 1588-ൽ ഇംഗ്ലീഷുകാര് സ്പാനിഷുകാരെ തോൽപ്പിച്ചത്. ഓക്കെ അല്ലെ? അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് സ്പാനിഷ് അർമഡ. അർമഡ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ഒരു മിഷൻ, അതായത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ഒരു മിഷൻ ഉണ്ടെങ്കിൽ ആ മിഷന്റെ പേരാണ് അർമഡ. സാർ, അപ്പൊ പോർച്ചുഗീസുകാർ വരുമ്പോ പോർച്ചുഗീസ് അർമഡ, സ്പാനിഷുകാർ വരുമ്പോ സ്പാനിഷ് അർമഡ, ഇംഗ്ലീഷുകാർ വരുമ്പോ ഇംഗ്ലീഷിന് അർമഡയില്ല, ഇംഗ്ലീഷ് എന്ത് ചെയ്തു, പേര് മാറ്റി. പക്ഷെ അർമഡ എന്താന്ന് മനസ്സിലായല്ലോ. അർമഡ എന്ന് വെച്ചാൽ എന്താ, ഒരു മിഷനാണ്. എങ്ങോട്ട് വരണം, ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു മിഷനാണ്. അപ്പൊ സ്പാനിഷുകാര് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഒരു മിഷനിൽ സ്പാനിഷ് അർമഡയെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷുകാരെ. എപ്പോ? 1588. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്നാമത്തെ കാര്യം ഫ്രാൻസിസ് ഡ്രേക്കിന്റെ ട്രിപ്പ്. രണ്ടാമത്തെ കാര്യം സ്പാനിഷ് അർമഡയെ എന്ത് ചെയ്തു, ഇംഗ്ലീഷുകാർ വിജയിച്ചു. ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാർക്ക് എന്ത് ചെയ്തു, ഒരു കോൺഫിഡൻസ് കിട്ടി, ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഞങ്ങൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, എന്താ പറയാ, പോർച്ചുഗീസുകാരെല്ലാം പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ഒപ്പത്തിനൊപ്പം നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ പറ്റും എന്ന് ആർക്ക് മനസ്സിലായി? ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായി. ഓക്കെ അല്ലെ? അതുകൂടാതെ ഏറ്റവും വലിയ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഓക്കെ, പോർച്ചുഗീസുകാർക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ഒരുപാട് പ്രോഫിറ്റ് കിട്ടുക വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, പോർച്ചുഗീസുകാർക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടി. എങ്ങനെ അവർക്ക് പ്രോഫിറ്റ് കിട്ടിയത്? ഇന്ത്യയിൽ വന്നിട്ടാണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള വീണ്ടും ഒരു ചോദ്യം. അതായത് നിങ്ങളുടെ നാട്ടില് ഒരാൾ പെട്ടെന്ന് പണക്കാരനായി, നല്ല പണക്കാരനായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യും, എങ്ങനെയാണ് അയാൾ പണക്കാരനായി എന്നുള്ളത് നോക്കില്ലേ? എന്നിട്ട് അതേ രീതി എന്ത് ചെയ്യും, പ്രയോഗിക്കാൻ വേണ്ടി നോക്കില്ലേ? അതേപോലെ ഇംഗ്ലീഷുകാർ കണ്ടത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പോയിട്ട് ഭയങ്കര പൈസ 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 ആകെ പൈസ. ഓക്കെ അല്ലേ? വീട്ടിൽ ഫെരാറി കാറും എന്താ, വലിയ വലിയ വീടും വലിയ വലിയ സംഭവം. ഇതെല്ലാം കണ്ടപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരു ആഗ്രഹം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എല്ലാത്തിന്റെയും കാരണം. അപ്പൊ ഇത്രയും നേരം പഠിച്ചത് എന്താ, മൂന്ന് കാരണമേ പഠിച്ചു. ഒന്നാമത്തെ കാര്യം 1580 എന്ത് നടന്നു, ഫ്രാൻസിസ് ഡ്രേക്കിന്റെ ട്രിപ്പ് നടന്നു. രണ്ടാമത്തെ കാര്യം 1588 1588 സ്പാനിഷ് അർമഡയെ ആര് പരാജയപ്പെടുത്തി? ഇംഗ്ലീഷുകാർ പരാജയപ്പെടുത്തി. മൂന്നാമത്തെ കാര്യം, പോർച്ചുഗീസിന് ഇന്ത്യയിൽ നിന്നുള്ള ട്രേഡിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടി. ഇതെല്ലാം കിട്ടിയപ്പോ ബ്രിട്ടീഷുകാര് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആയോ? ഇത്രയും കാര്യം ഓക്കെ ആയെങ്കിൽ അവർ എങ്ങനെയാണ് വരുന്നത്? അങ്ങനെ 1599 1599 അവര് മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ്, മെർച്ചന്റ് എന്ന് വെച്ചാൽ എന്താ, വ്യാപാരികൾ. അഡ്വഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങളിൽ എത്ര പേര് അഡ്വഞ്ചേഴ്സ് ഉണ്ട്? അഡ്വഞ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ഒരു എവറസ്റ്റ് കൊണ്ട് കയറാൻ പോവാം. ഓക്കെ അല്ലേ? എന്താണ്, ഒരു കാട്ടിന്റെ ഉള്ളിൽ പോകാം, എന്നിട്ട് എന്ത് ചെയ്യാം, അനാക്കോണ്ടയുടെ ഒപ്പം കുറച്ചു നേരം താമസിക്കാം, ഒരു വലിയ സ്കൈ ഡൈവിംഗ് ചെയ്യാം. ഇതിനൊക്കെ എന്ത് വിളിക്കുന്നതാണ്? അഡ്വഞ്ചേഴ്സ് വിളിക്കുന്നതാണ്. ഈ വീണ്ടും ചോദിച്ചേ, നിങ്ങൾ എത്ര പേര് അഡ്വഞ്ചേഴ്സ് ഉണ്ട്? ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ചേ, വളരെ കുറവല്ലേ നമ്മുടെ ചുറ്റും അഡ്വഞ്ചേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്കുള്ള വരവിനെ അഡ്വഞ്ചർ എന്ന് വിളിക്കുന്നത്? ഭയങ്കര കഷ്ടമാണ് വരാൻ. ഓക്കെ, യൂറോപ്പിൽ നിന്ന് എന്ത് ചെയ്യണം, കപ്പലിൽ ഇങ്ങോട്ട് വരണം, അതൊരു അഡ്വഞ്ചർ ആണ്. വരുന്ന സമയത്ത് എന്തുണ്ടാവും, ഒരുപാട് പ്രശ്നം ഉണ്ടാവും, ഒരുപാട് പേര് എന്ത് ചെയ്യണം, യുദ്ധം നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത്. ആരാ വരാൻ പോകുന്നത്? വ്യാപാരികൾ. അപ്പൊ വ്യാപാരികൾ ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കമ്പനിയുടെ പേരാണ് എന്ത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി.
ഓക്കെ, എപ്പോഴാ തീരുമാനിച്ചത്? 1599. ഓക്കെ അല്ലേ? സോ ഈ സമയത്ത് ഡച്ചുകാര് ഇന്ത്യയിലുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? വ്യാപാരം നടത്തുന്നുണ്ട്. ഡച്ചുകാര് പ്രധാനമായിട്ടും വ്യാപാരം നടത്തുന്നത് സ്പൈസസ് ആണ്. സ്പൈസസ് എന്ന് വെച്ചാൽ എന്താ? കുരുമുളക്, ഏലം, ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളാണ് ഡച്ചുകാർ പ്രധാനമായിട്ടും വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷുകാർക്ക് അതേ സാധനത്തിൽ വ്യാപാരം നടത്താൻ പോയാൽ പ്രശ്നമാവും എന്ന് തോന്നിയത് കൊണ്ട് അവർ രണ്ട് സാധനത്തേക്ക് പ്രധാനമായി തിരിഞ്ഞു. ഒന്നാണ് ടെക്സ്റ്റൈൽസ്, രണ്ടാമത്തെയാണ് അതർ ട്രേഡിംഗ് ഐറ്റംസ്. അതർ ട്രേഡിംഗ് ഐറ്റംസ് പറഞ്ഞാൽ ഞങ്ങൾ അത്ര ഇംഗ്ലീഷ് അറിയാത്തതൊന്നുമല്ല, ഞങ്ങൾക്ക് എന്താ അറിയാം? അതർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ടെക്സ്റ്റൈൽസ്. ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രസ്. ഓക്കെ അല്ലെ? പ്രധാനമായിട്ട് വരുന്ന ഡ്രസ്സിന്റെ പേരാണ് കോട്ടൺ ഡ്രസ്. രണ്ടാമത്തെയാണ് അതർ ട്രേഡിംഗ് ഐറ്റംസിൽ രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങൾ. ഒന്നിന്റെ പേര് ചായ, തേയില. ഓക്കെ, അടുത്തതിന്റെ പേരാണ് ഒപ്പിയം. അതായത് ഒരു കറുപ്പ് പോലെ, കറുപ്പ് തന്നെ മലയാളത്തിൽ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാമോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പഴയ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു കോയിൽ പോലൊരു സാധനം ഉണ്ടാവും, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വലിക്കാൻ പറ്റും, അന്ന് ഒരുപാട് പുക വരും. ഓക്കെ അല്ലേ? അങ്ങനെ ഒരു സാധനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കറുപ്പ്. ഓക്കെ അല്ലേ? ഈ രണ്ട് സാധനങ്ങളിൽ അവർ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഡച്ചുകാർ ഓൾറെഡി ഇന്ത്യയിലുണ്ട്. ഈ സമയത്താണ് ആരിങ്ങോട്ട് വരുന്നത്? ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരെ അത്ര അധികം കണ്ടെന്ത് ചെയ്യാൻ പറ്റില്ല, പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് തോന്നിയിട്ട് ഞങ്ങളും നിങ്ങളും ഒരേ സാധനം ചെയ്യണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അവർ എന്ത് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു? ആക്ച്വലി അവർ ചെയ്യാൻ വേണ്ടി വിചാരിച്ച സാധനമാണ് എന്ത്? ടെക്സ്റ്റൈൽസ്. അപ്പൊ രണ്ടുപേരും രണ്ട് തരത്തിലുള്ള കാര്യം എന്ത് ചെയ്തു? ചെയ്യാന്ന് പറഞ്ഞ് വിചാരിച്ചു. ഇത്രയും കാര്യം ഓക്കെ ആയോ? അങ്ങനെ 1599 മർച്ചന്റ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലീഷ് മർച്ചന്റ് എല്ലാം കൂടി ക്രിയേറ്റ് ചെയ്ത് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടാമത്തത്, ഈ കമ്പനി എന്താണ് വ്യാപാരം നടത്താൻ വേണ്ടി പോകുന്നത്? വ്യാപാരം നടത്താൻ വേണ്ടി പോകുന്നത് സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഡച്ച് ചെയ്യാത്തത് എന്താണോ അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഡച്ച് ചെയ്യാത്തത് എന്തെന്ന് ചോദിച്ചാൽ പറയാൻ പോകുന്ന കാര്യം എന്താ? ടെക്സ്റ്റൈൽസ്. അവർ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ടെക്സ്റ്റൈൽസ് ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഒക്കെയാണ്. ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ നേരെ അവർ രാജ്ഞി കിട്ടി. അവർ രാജ്ഞിയുടെ പേരാണ് ക്യൂൻ എലിസബത്ത് ഒന്ന്. ക്യൂൻ എലിസബത്ത് ഒന്ന് അവർക്ക് ഒരു ചാർട്ടർ കൊടുത്തു. ആ ചാർട്ടർ എന്ന് പറയുന്നത് എന്താണ് സർ? അതാണ് ഒരു രേഖ. ഓക്കെ, ഈ രേഖ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രിട്ടണിന്ന് ഇന്ത്യയിൽ പോയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സർ കാര്യം മനസ്സിലായില്ലല്ലോ. അതായത് ഡിസംബർ 31, 1600 ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രേഡ് നടത്തണമെങ്കിൽ ഒരേ ഒരു കമ്പനിയെ വരുള്ളൂ എന്ന് പറഞ്ഞു. ആ കമ്പനിയുടെ പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇത് ഒപ്പിട്ട ദിവസം ഡിസംബർ 31, 1600 ആയതുകൊണ്ട് ഇതിനെ എന്ത് വിളിച്ചു? ഈ അന്ന് തൊട്ട് വിളിക്കാൻ തുടങ്ങിയ പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇത്രയും കാര്യം മനസ്സിലായ? ഇത്രയും കാര്യം മനസ്സിലായി. 1599 എന്താ നടന്നത്? മെർച്ചന്റ് അഡ്വഞ്ചേഴ്സ് ആണ് ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് വ്യാപാരം നടത്താൻ തീരുമാനിച്ചു. 1600 എന്താ നടന്നത്? ക്യൂൻ എലിസബത്ത് പറഞ്ഞു ഇംഗ്ലണ്ടിൽ നിന്ന് ഒരേ ഒരു കമ്പനി എങ്ങോട്ട് വരുള്ളൂ? ഇന്ത്യയിലേക്ക് വരുള്ളൂ. സർ കാര്യം മനസ്സിലായില്ലല്ലോ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫോർ എക്സാമ്പിൾ, USA ഒരുപാട് കമ്പനി ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്. TCS ഉണ്ട്, വിപ്രോ ഉണ്ട്, റിലയൻസ് ഉണ്ട്, അദാനി ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ അല്ലെ? ആദിത്യ ബിർള ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ബിസിനസ് നടത്തുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഇനി മുതൽ അദാനി ഗ്രൂപ്പ് ആയിരിക്കും US-ഉമായിട്ടുള്ള എല്ലാ ബിസിനസ്സും ചെയ്യുക, വേറൊരു കമ്പനി എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ പേരാണ് റോയൽ ചാർട്ടർ. ഈ റോയൽ ചാർട്ടർ കൊടുത്ത വർഷമാണ് 1600. അന്ന് ഈ കമ്പനിക്ക് ഒരു പേര് വന്നു. ആ കമ്പനിയുടെ പേരാണ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് അവരെന്ത് ചെയ്യും? വ്യാപാരം നടത്തും. അവര് മാത്രമേ വ്യാപാരം നടത്തൂ. ഓക്കെ അല്ലെ? ഇങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് താഴെ പഠിക്കാം. ഓക്കെ അല്ലെ? റാൽഫ് ഫിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരാള് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നത് 1583 അദ്ദേഹം വരുന്ന സമയത്ത് ഒരു ലെറ്ററുമായിട്ടാണ് വന്നത്. 1583 മാൾട്ടർ റാൽഫ് ഫിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലെറ്ററുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ലെറ്ററിൽ സാർ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്? അതായത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ട്രേഡിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാർ വരുവാണെങ്കിൽ അവരുടെ സേഫ്റ്റി ഉറപ്പിക്കണം എന്നാണ് ഏതിൽ പറഞ്ഞത്? ആ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഇരുന്ന രാജാക്കന്മാർ എന്ത് പറഞ്ഞു? ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ സേഫ്റ്റി ഉറപ്പിക്കേണ്ട കാര്യമുള്ളത്? ആക്ച്വലി നിങ്ങൾ വരികയാണെങ്കിൽ വരിക, ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഡച്ചുകാരുണ്ട്, പോർച്ചുഗീസുകാരുണ്ട്, അവരുമായിട്ട് ഞങ്ങൾ ഡീൽ നടത്തുന്നുണ്ട്. നിങ്ങൾ വരുന്നതും വരാതിരിക്കുന്നതും ആരുടെ ആവശ്യമാണ്? നിങ്ങളുടെ ആവശ്യമാണ്. അപ്പൊ നിങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾ ഉറപ്പുവരുത്തുന്നില്ല, ഞങ്ങൾക്കും ഉറപ്പുവരുത്താൻ പറ്റില്ല എന്നാര് പറഞ്ഞു? ഈ ഇന്ത്യയിലെ രാജാക്കന്മാര് പറഞ്ഞു. എന്തായാലും ഈ പുള്ളി ആദ്യമായിട്ട് വന്നതല്ലേ,
അതുകൊണ്ട് ഈ റാൽഫ് ഫിച്ചർ നമ്മൾ വിളിച്ചു പൈനിയർ ഇംഗ്ലീഷ്മാൻ. ഇത്രയും കാര്യം ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വന്തം കാര്യം സ്വന്തമായി നോക്കണം. മനസ്സിലായി? അപ്പൊ പോർച്ചുഗീസുകാരുണ്ട്, ഡച്ചുകാരുണ്ട് മനസ്സിലായി. അങ്ങനെ 10 പേര് പോകുന്നതിനേക്കാൾ നല്ലത് ഒരാള് ഒറ്റയ്ക്ക് പോകുന്നതാണ്. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല എന്നല്ലേ പറയാ. ഈ ഒരു പഴമൊഴി ക്യൂൻ എലിസബത്തിന് അറിയായിരുന്നു. ഓക്കെ, സാർ അതെങ്ങനെ അറിയായിരുന്നു? അറിയായിരുന്നു. ഓക്കെ, ക്യൂൻ എലിസബത്തിന് അറിയായിരുന്നു. അപ്പൊ ക്യൂൻ എലിസബത്ത് എന്ത് ചെയ്തു? ആക്ച്വലി ഒറ്റ കമ്പനി, 10 പേരൊന്നും ഇന്ത്യയിലേക്ക് പോകണ്ട, ഒറ്റ കമ്പനി. ഓക്കെ അല്ലേ? ആ കമ്പനിയുടെ പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നിങ്ങൾ മാത്രം എന്ത് ചെയ്യുക? പോവുക. നിങ്ങൾ മാത്രമേ പോകുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? ഒരു ചാർട്ടറിൽ എഴുതി തരും. ആ ചാർട്ടറിന്റെ പേരാണ് റോയൽ ചാർട്ടർ. ഇത്രയും കാര്യം മനസ്സിലായ? ഓക്കെ അല്ലേ? അപ്പൊ എപ്പോഴാ കൊടുത്തത്? December 31, 1600. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് കിട്ടിയത് ഗവർണർ ആൻഡ് കമ്പനി മെർച്ചന്റ്സ് ഓഫ് ലണ്ടൻ ട്രേഡിംഗ് ഇൻ ടു ഈസ്റ്റ് ഇൻഡീസ്. ഓക്കെ, ഇവരുടെ പേരിലാണ് ആ ലെറ്റർ കിട്ടിയിരിക്കുന്നത്. സാർ എത്ര വർഷത്തേക്ക് അവർക്ക് ഇത് കൊടുക്കുക? 15 വർഷത്തേക്ക്. 15 വർഷത്തേക്കാണ് നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ? ഇവിടെ ഇത് കൊടുക്കുകയുള്ളൂ. എന്ത്? ഈ ചാർട്ടർ. സാർ 15 വർഷം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും? ഇത് മാറ്റും, എല്ലാ കമ്പനിക്കും വരുന്നതാണ്. പക്ഷെ 15 വർഷം കഴിഞ്ഞപ്പോ ഇത് മാറ്റില്ല. ഓക്കെ, എല്ലാ കമ്പനിയും വന്നില്ല. ആര് മാത്രമേ വന്നുള്ളൂ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മാത്രമേ വന്നുള്ളൂ. സാർ അതെന്താ അങ്ങനെ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇവിടെ എന്ത് ചെയ്തു? വ്യാപാരം നടത്താൻ വേണ്ടി തീരുമാനിച്ച് ഡച്ചുകാരെ പരാജയപ്പെടുത്താൻ നോക്കി, ഫ്രഞ്ചുകാരെ തടയാൻ നോക്കി. ഇതെല്ലാം ചെയ്തതിനു ശേഷം, എല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ ആൾ വന്നിട്ട് സമാധാനത്തിൽ വ്യാപാരം നടത്തി പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നടക്കുവോ? നിങ്ങൾ തന്നെ പറ. നിങ്ങൾക്ക് ഞാനൊരു പണി തന്നിട്ടുണ്ട്, ഓക്കെ അല്ലേ? ആ പണി നിങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ കിട്ടാൻ നേരം വേറൊരുത്തരും കൂടി പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് പൈസ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾ ചെയ്ത പണിയുടെ ബെനിഫിറ്റ് ആർക്കാ വേണ്ടത്? നിങ്ങൾക്കല്ല വേണ്ടത്. സെയിം ലോജിക്. അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞു. നടക്കില്ല സാറേ, നടക്കില്ല. ഇനി ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ചാർട്ടർ എത്ര കാലത്തേക്കായിരുന്നു? 15 ഇയേഴ്സിന്. പക്ഷെ അത് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് 1608 1608 ഇന്ത്യയിലേക്ക് വന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു റോയൽ ഫർമൻ കിട്ടി. മുഗൾ രാജാവായിരുന്ന ജഹാംഗീർ ആയിരുന്നു ഇദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? റോയൽ ഫർമൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ആ ജഹാംഗീർ കൊടുത്ത ഈ റോയൽ ഫർമൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് നോക്കാം. റോയൽ ഫർമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന്റെ ഉടമ്പടി എന്നാണ് അർത്ഥം, രാജാവിന്റെ ഓർഡർ എന്നാണ് അർത്ഥം. ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനെ കൊണ്ട് ഇനി ഇന്ത്യയുടെ വെസ്റ്റേൺ ഷോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറൻ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുജറാത്ത് തൊട്ട് കേരളം വരെയുള്ള ഭാഗം. ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഇൻഡസ്ട്രീസ് തുടങ്ങാവുന്നതാണ്. ആര് പറഞ്ഞു? ജഹാംഗീർ പറഞ്ഞു. ആരോട് പറഞ്ഞു? ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിനോട് പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? 1608 പറഞ്ഞു. അങ്ങനെ തോമസ് റോ എന്ന് പറഞ്ഞ വ്യക്തി 1615 മുഗൾ രാജാക്കന്മാരുടെ കയ്യിൽ വീണ്ടും എന്ത് ചെയ്തു? ഫർമൻ നേടി. ഫർമൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലേ? രാജാവ് പറയുന്നത് എന്താ? ഒരു ശാസനമാണ്. നമ്മുടെ ബാഹുബലിലൊക്കെ പറയില്ലേ? എന്താണ്? എന്റെ ശാസനം, അതാണ് ഫൈനൽ എന്നൊക്കെ പറയില്ലേ? ആ സാധനം. ഓക്കെ അല്ലേ? അങ്ങനെ ഗവർണർ ആൻഡ് ദ കമ്പനി ഓഫ് മെർച്ചന്റ്സ് ആൻഡ് ലണ്ടൻ ഡീലിംഗ് ടു ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിൽ അവരിവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആര് സ്റ്റാർട്ട് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതിലെല്ലാം ഉണ്ടായിരുന്നവരെല്ലാം ഭയങ്കര പണക്കാരാണ്. ഓക്കെ അല്ലേ? സാധാരണക്കാരായ ബ്രിട്ടീഷുകാർ ആരുമില്ല. ഒന്നെങ്കിൽ വലിയ പ്രഭുക്കന്മാരാണ്, അല്ലെങ്കിൽ എന്താ? വലിയ പണക്കാരാണ്. സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാശുള്ളവ മാത്രമേ ഈ ബിസിനസ്സിലുള്ളൂ, ഇല്ലാത്തവരൊന്നും ഒന്നുമില്ല ഈ ബിസിനസ്സിലില്ല. ഇത്രയും കാര്യം മനസ്സിലായ? ഇത്രയും കാര്യം മനസ്സിലായി. ഓക്കെ അല്ലേ? കമ്പനി എന്തിനാ വന്നത്? ബിസിനസ് ചെയ്യാൻ. ബിസിനസ് ചെയ്യാൻ വരുന്ന കമ്പനി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടു. അത് എങ്ങനെയാ സാർ അടിത്തറയിട്ടത്? 2 യുദ്ധം. ഇതിന്റെ പേരെന്താ? ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ. ഓക്കെ അല്ലേ? ആ ഇത് നടത്തുന്ന കമ്പനിയാണോ? അതെ, ആ ഇത് നടത്തുന്ന കമ്പനിയാണ്. അപ്പൊ ഇങ്ങോട്ട് വന്ന് വ്യാപാരം ചെയ്യാൻ വേണ്ടി വന്നവർ ഇംഗ്ലണ്ടിന് എന്ത് വാങ്ങിച്ചു കൊടുത്തു? ഇന്ത്യയെ പിടിച്ചെടുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ അവർ എന്തൊക്കെയാണ് വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നത്? ഒന്നാമത് സാധനം കോട്ടൺ, രണ്ടാമത് സാധനം ഇൻഡിഗോ ഡൈ, മൂന്നാമത് സാധനം സിൽക്ക്, സാൾട്ട് ആൻഡ് സാൾട്ട്പീറ്റർ. സോ കോട്ടൺ എന്ന് വെച്ചാൽ ഡ്രസ്സ്. അവർ പ്രധാനമായി ടെക്സ്റ്റൈലിൽ ഫോക്കസ് ചെയ്യാനല്ലേ വന്നിട്ടുണ്ടായിരുന്നത്. ഇൻഡിഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീലം എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ, കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള കളറിലുള്ള ഒരു സാധനം. എന്റെ ചോദ്യം നിങ്ങളോട്, വെള്ള കളറിലുള്ള ഒരു സാധനം മാത്രം വെച്ച് ഡ്രസ് ഇടാൻ പറ്റുമോ? പച്ച വേണ്ടേ? നീല വേണ്ടേ? പച്ച ചുരിദാർ വേണ്ടേ? നീല ഷർട്ട് വേണ്ടേ? ചുവന്ന കുർത്ത വേണ്ടേ? ഇതെല്ലാം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ കോട്ടണിൽ അടിക്കുന്ന എന്താ? ആ കളർ അടിക്കുന്ന സാധനത്തിന്റെ പേരാണ് ഇൻഡിഗോ അല്ലെങ്കിൽ നീലം. ഈ കോട്ടണും ഇൻഡിഗോ ഡൈയും സിൽക്ക് പട്ട്, സാൾട്ട് ഉപ്പ്,
സാൾട്ട് പീറ്റർ. സാൾട്ട് പീറ്റർ എന്ന് വെച്ചാൽ എന്താ? ഗൺ പൗഡർ ആണ്. ഓക്കെ, ഒരു ഗൺ പൗഡർ ഉണ്ട്, ഒരു കമ്പോണന്റ് ആണ്. അപ്പൊ അവർക്ക് തോക്ക് ഉപയോഗിക്കട്ടെ, ആ തോക്ക് ഉപയോഗിക്കേണ്ട ഗൺ പൗഡർ ഒരു കമ്പോണന്റ് ആണ് സാൾട്ട് പീറ്റർ. ഒപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കുന്നില്ല, വലിക്കുന്ന ഒരു സാധനം. ഓക്കെ അല്ലേ? ചായ, ടീ, തേയില, ഇതൊക്കെയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്തത്? വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്ന സാധനം. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം വാങ്ങും, എവിടെ കൊണ്ടുപോയി വിൽക്കും? യൂറോപ്പിൽ, ബ്രിട്ടനിൽ കൊണ്ടുപോയി വിൽക്കും. ഇതാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കമ്പനി ആയിരുന്നു ഈ കമ്പനി. ഓക്കെ, ഫൈൻ. അങ്ങനെ 1610 വന്നപ്പോ ആന്ധ്രാപ്രദേശിലെ, ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ മുസലിപട്ടണത്തിൽ അവരൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 1613 വന്നപ്പോൾ ഒരു പെർമനന്റ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തു. എവിടെ? സൂറത്തിൽ. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, സൂറത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പോൾ ഔറംഗസേബ് എവിടെയാണ് കമ്പനിക്ക് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അനുമതി കൊടുത്തത്? വെസ്റ്റേൺ സൈഡിൽ. ഓക്കെ അല്ലേ? വെസ്റ്റ് അല്ലേ? പടിഞ്ഞാറ് ഭാഗത്തല്ലേ? ആ പടിഞ്ഞാറ് ഭാഗത്താണ് ഒരു ഫാക്ടറീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന കമ്പനിയെ 1773 വന്നപ്പോൾ എന്ത് പറഞ്ഞ്? ഞങ്ങൾ നിങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതൊന്ന് സാർ അങ്ങനെ പറയാനുള്ള കാരണം, അവരെ കൊണ്ട് ഇഷ്ടം പോലെ എന്ത് സമയം കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നു. ആക്ടിന്റെ പേരാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. സാറ് പറഞ്ഞു മനസ്സിലായില്ല. എന്റെ മക്കളെ, 1600 ആ കമ്പനി ഉണ്ടാക്കുമ്പോൾ ഒരു ചാർട്ടർ ആയിട്ട് ഉണ്ടാക്കിയിട്ടല്ലേ? ആ ചാർട്ടർ ആയിട്ട് പ്രകാരം ആ കമ്പനി മാത്രമല്ലേ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യുള്ളൂ. വേറെ ഏതെങ്കിലും കമ്പനി വരുമോ? ഇല്ലല്ലോ. 15 വർഷത്തേക്കാണെങ്കിലും അതിനെ എക്സ്റ്റെൻഡ് ചെയ്തില്ലേ? ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? നമ്മുടെ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. എന്തുകൊണ്ടാ തീരുമാനിച്ചത്? കമ്പനിയിൽ ആകെ അഴിമതിയാണ്. എവിടെ പൈസ വന്നോ അവിടെ എന്ത് വരും? അഴിമതി വരും. ഈ അഴിമതിയെ തടയാൻ വേണ്ടിയിട്ട് അവരൊരാളെ കൊണ്ടുവരും. അദ്ദേഹത്തിന്റെ പേരാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഈ വാറൻ ഹേസ്റ്റിങ്സ് ഈ കമ്പനിയുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറും. ഓക്കെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്ന ഈ സമയത്ത് വാറൻ ഹേസ്റ്റിങ്സ് എന്ത് ചെയ്യും? ഈ കമ്പനിയെ പതുക്കെ 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 ആരിലോട്ട് ഷിഫ്റ്റ് ചെയ്യും? ബ്രിട്ടീഷുകാരിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കമ്പനിയുടെ അധികാരം 1858 1858 പൂർണ്ണമായിട്ട് ആരേറ്റെടുക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുക്കും. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസിൽ വരുന്ന കാര്യം. മനസ്സിലായോ? അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചസിൽ വരുന്ന റെഗുലേറ്റിംഗ് ആക്ട് 1773 തൊട്ട് 1858 വരെയുള്ള കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ 1773 ആദ്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. അതെ, വാറൻ ഹേസ്റ്റിങ്സ് എന്താക്കി? കമ്പനിയുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതിനുശേഷം 1853 വരെ കമ്പനി എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എപ്പോ? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് ശേഷം 1858 1858 കമ്പനി മൊത്തമായിട്ട് പോയി. ഇപ്പൊ ഇവിടെ ആരാ ഉള്ളത്? ഇംഗ്ലീഷുകാർ. ഓക്കെ, അപ്പൊ കാര്യം മനസ്സിലായോ? കമ്പനി എപ്പ ഉണ്ടായി? 1600. കമ്പനിയുടെ ഭരണം എപ്പ തീർന്നു? 1858 എന്ന് വെച്ചാൽ 1600 1858 1600 1858 എത്ര വർഷത്തെ ഡിഫറൻസ് ഉണ്ട്? 258. കറക്റ്റ് അല്ലേ? അതെ, ഈ 258 വർഷം ഇന്ത്യയിൽ ഡീൽ ചെയ്യുന്ന ആരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. 1858 1858 മുതൽ 1947 വരെ ഡീൽ ചെയ്യുന്ന ആരാ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. അപ്പൊ മനസ്സിലായോ? അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഇവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് നമുക്ക് രണ്ട് കാലഘട്ടമായി തിരിക്കാം. ഒന്ന് 1600 വന്നിട്ടുള്ള 1600 തൊട്ട് 1858 വരെ. ആരാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും ഇന്ത്യ ഭരിക്കാൻ നോക്കുന്നതും? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1858 മുതൽ 1947 വരെ ആരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? ബ്രിട്ടീഷ്. അപ്പൊ രണ്ട് കാര്യം മനസ്സിലായോ? രണ്ട് കാര്യം മനസ്സിലായി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് 1857 റിവോൾട്ട് ഉണ്ടായത്? രണ്ട് കാര്യമാണ്. ഒന്ന്, കമ്പനിയുടെ ഇൻഡിഫറൻറ്റ് പ്രാക്ടീസസും, രണ്ടാമത്തെ കറപ്ഷൻ. കമ്പനിയിൽ ഭയങ്കര കറപ്ഷനാണ്. കമ്പനിയിൽ മാത്രമല്ല, എവിടെയെല്ലാം എന്തുണ്ട് പൈസയുണ്ടോ അവിടെയെല്ലാം കറപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതൊരു ലോക നീതിയാണെന്ന് തോന്നുന്നു. ഓക്കെ, എവിടെല്ലാം പൈസ കൂടുതലുണ്ടോ അവിടെ എല്ലാം എന്ത് വരും? കറപ്ഷൻ വരും. രണ്ടാമത്തെയാണ് ഇൻഡിഫറൻറ്റ് പ്രാക്ടീസസ്. ഓക്കെ അല്ലെ? ഇന്ത്യക്കാരോടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാക്ടീസസ് കാരണം കൊണ്ട് എന്ത് വന്നു? 1857 വിപ്ലവം വന്നു. അതിനുശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന ആക്ട് ആണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇത് പ്രകാരം കമ്പനി ഭരണം എന്ത് ചെയ്തു? തീർന്നു. ഓക്കെ, അപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ അല്ലെ? ഈ 1858 ആക്ടിലൂടെ കമ്പനിയുടെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും
സ്ഥാപന ജംഗമ വസ്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അസറ്റും ആർക്ക് കിട്ടി? ബ്രിട്ടീഷ് ഗവൺമെന്റ് കിട്ടി. അപ്പൊ കമ്പനിയുടെ ഭരണത്തിന്റെ സ്ട്രക്ചർ മനസ്സിലായ? ഓക്കെ, കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുഗൾ രാജാവ് അക്ബർ ആയിരുന്നു. ഈ 15 വർഷം എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആയിട്ട്, അതായത് ഒരുപാട് കാലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ എക്സ്റ്റെൻഡ് ചെയ്ത രാജാവിന്റെ പേരാണ് ജെയിംസ്. ഓക്കെ, രണ്ട് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അക്ബർ എന്ന് പറയുന്നത് കമ്പനി ഉണ്ടാക്കുന്ന സമയത്തെ മുഗൾ രാജാവ്. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ ഈ 15 ഇയേഴ്സ് എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്തെ രാജാവായിരുന്നു ജെയിംസ്. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇത്രയും കാര്യം ഓക്കെയാണ്. ഇപ്പൊ നമുക്ക് കമ്പനി വെസ്റ്റിലും സൗത്തിലും എന്തൊക്കെയാ ചെയ്തെന്ന് നോക്കാം. വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പടിഞ്ഞാറ്, സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യ, നമ്മളിരിക്കുന്ന സൗത്ത് ഇന്ത്യ. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് മദ്രാസ്. ഓക്കെ, സുൽത്താൻ ഓഫ് ഗോൾക്കൊണ്ടയെ ഇംഗ്ലീഷുകാർ കാണുകയും അങ്ങനെ 1639 1639 എന്ത് ചെയ്തു? മദ്രാസിൽ നമുക്കൊരു കോട്ട ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും മദ്രാസിനെ സൗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ സൗത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാ? മദ്രാസ് ആണ്. ഇത് ആരോട് സംസാരിച്ചതിന് ശേഷമാണ് കിട്ടിയത്? സുൽത്താൻ ഓഫ് ഗോൾക്കൊണ്ടയോട് സംസാരിച്ചതിന് ശേഷമാണ് കിട്ടിയത്. ഓക്കെ അല്ലെ? ആദ്യത്തെ കോട്ട അവർ അവിടെ ക്രിയേറ്റ് ചെയ്തു 1644. ആ കോട്ട ക്രിയേറ്റ് ചെയ്ത ആളുടെ പേരാണ് ഫ്രാൻസിസ് ഡേ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായി. ഓക്കെ, അങ്ങനെ അവര് പോർച്ചുഗീസുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ 1612 ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റ് പോർച്ചുഗീസിനെ സൂററ്റിൽ വെച്ച് തോൽപ്പിച്ചു. പോർച്ചുഗീസിനെ എപ്പോഴാണോ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചത്, അപ്പൊ നമ്മുടെ ജഹാംഗീറിന് തോന്നി എന്താണ്, ഇപ്പോൾ യൂറോപ്പിലെ പവർ ആരാ? ബ്രിട്ടീഷാണ്. അപ്പൊ ജഹാംഗീർ പോർച്ചുഗീസിനെ കളയുകയും ബ്രിട്ടൻ എന്ത് കൊടുക്ക്? സൂററ്റില് എന്ത് കൊടുത്തു? ഫാക്ടറി ഉണ്ടാക്കുന്ന അനുമതി കൊടുത്തു. സാർ കാര്യം മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വിചാരിക്കും. ഓക്കെ അല്ല, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കുറച്ചു കാലമായിട്ട് ഒരു 1-2 മാസമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ അസുഖം എന്താണ് കാരണം. പക്ഷെ വേറൊരാൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ബോസ് എന്താ ചെയ്യുക? നിങ്ങളെ കറിവേപ്പില പോലെ തൂക്കിയിടും. എന്നിട്ട് ആ നന്നായി വർക്ക് ചെയ്യുന്ന ആൾക്ക് എന്ത് കൊടുക്കും? പ്രൊമോഷൻ കൊടുത്ത് നിങ്ങളുടെ ജോലി കിട്ടും. ഇതല്ലേ നടക്കുക? ഇത് തന്നെയാണ് പോർച്ചുഗീസുകാർ നമ്മൾ വേണ്ടത്. ഇവിടെ നന്നായിട്ട് അവര് എന്താ പറയാ, അടിപൊളിയായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 1612 ആര്? ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റ് പോർച്ചുഗീസിനെ എന്താ പറയാ ഡിഫീറ്റ് ചെയ്തത്. എവിടെ വെച്ചാ ഡിഫീറ്റ് ചെയ്തത്? സൂററ്റിൽ വെച്ചിട്ട്. അപ്പൊ ജഹാംഗീർ എന്ത് ചെയ്തു? കയ്യൊക്കെയുള്ള കാര്യക്കാരൻ, ഇനി പോർച്ചുഗീസ് വേണ്ട, ആര് മതി? ബ്രിട്ടീഷുകാർ മതി എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഫാക്ടറി എവിടെ കൊടുത്തു? സൂററ്റിൽ കൊടുത്തു. ജയിച്ചതിന് തൊട്ടടുത്ത വർഷം 1613. ഓക്കെ അല്ലെ? യുദ്ധം കഴിഞ്ഞ് ഇതെല്ലാം കിട്ടിയ ഉടനെ ബ്രിട്ടീഷുകാര് പോർച്ചുഗീസായിട്ട് പോയിട്ട് എന്ത് പറഞ്ഞു? നമുക്ക് കോംപ്ലിമെന്റ്സ് ആവാം. ഓക്കെ, നമ്മൾ വെറുതെ അടിയാവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലിമെന്റ്സ് ആവാം. സമാധാനം സമാധാനം എന്ന് പറഞ്ഞു. ഡച്ചുകാരോട് പോയിട്ട് എന്ത് പറഞ്ഞു? കോംപ്രമൈസ് ആവാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് സമാധാനത്തിൽ എന്ത് ചെയ്യാം? ട്രേഡ് നടത്താം എന്ന് പറഞ്ഞു. ഇതൊക്കെ പറച്ചിലേ ഉള്ള കാര്യമൊന്നും നടക്കില്ല. ഓക്കെ അല്ലേ? അപ്പൊ അവർക്ക് ബോംബെ എന്ത് ചെയ്ത്? ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. സർ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി. അതെ, അവരുടെ കിങ് ചാൾസ് രണ്ടാമൻ 1660 കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണം കഴിക്കാൻ എന്താ പ്രശ്നം? കല്യാണം കഴിക്കാൻ സ്ഥിരം കിട്ടണ്ടേ? ഓക്കെ അല്ലേ? കല്യാണം കഴിച്ചത് ആരെയാണ്? പോർച്ചുഗീസ് രാജകുമാരിയാണ് കല്യാണം കഴിച്ചത്. അപ്പൊ പോർച്ചുഗീസ് രാജകുമാരി കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ. എന്താ കൊണ്ടുവന്നത്? ബോംബെ. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബോംബെ എന്ത് ചെയ്ത്? സ്ത്രീധനമായിട്ട് ബ്രിട്ടീഷുകാർക്ക് വെറുതെ കിട്ടി. ഓക്കെ, ആ വെറുതെ കിട്ടിയ സാധനത്തിന് 1687 എന്താക്കി? ബ്രിട്ടീഷുകാര് വെസ്റ്റിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സൗത്തിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാ? മദ്രാസ്. വെസ്റ്റിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാ? ബോംബെ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അവരുടെ പ്രധാന സ്ഥലത്തിന്റെ പേരെന്താണ്? ബംഗാൾ. ബംഗാൾ ഇല്ലാതെ ഇന്ത്യയിൽ ഒരു പരിപാടി നടത്തുന്ന ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷുകാർക്ക് മനസ്സിലായി ബോംബെ കിട്ടിയിട്ടും കാര്യമില്ല, മദ്രാസ് കിട്ടിയിട്ടും കാര്യമില്ല. എന്ത് വേണം? ബംഗാൾ വേണം. ബംഗാൾ ഉണ്ടെങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ 1651 ഷാ ഷുജ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് എന്ത് ചെയ്തു? ബംഗാളിൽ പോയിട്ട് എന്ത് പറഞ്ഞു? ആക്ച്വലി ഞങ്ങള് വർഷം ഒരു പൈസ തരാം, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ബംഗാളിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു പറഞ്ഞു. പൈസ കിട്ടുന്ന കാര്യമല്ലേ? ഷുജ എന്ത് പറഞ്ഞു? ഓക്കെ, നോ പ്രോബ്ലം, ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അവരെന്ത് ചോദിച്ചു? ഫോർട്ടിഫൈഡ് സെറ്റിൽമെന്റ് ചോദിച്ചു. ഇപ്പൊ അവരെന്ത് പറഞ്ഞ്? ഞങ്ങൾക്ക് ട്രേഡ് മാത്രം പോരാ, എന്ത് വേണം? കോട്ട ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ആരാ ഇത് പറഞ്ഞത്? വില്യം ഹെഡ്ജസ്. ഓക്കെ, അപ്പൊ വില്യം ഹെഡ്ജസ് ഇത് പറഞ്ഞ ആളുടെ പേരാണ് ഷായിസ്ത ഖാൻ. അപ്പൊ ഷായിസ്ത ഖാനോട് ഇത് പറഞ്ഞ ഉടനെ അവരെന്ത് പറഞ്ഞ്? നീ വെറും വ്യാപാരിയാണ്, നീ ഇവിടെ വന്ന് കോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ നീ എന്ത് ചെയ്യും? എന്നെ തലയിൽ കയറിയിരിക്കും, എന്നോട് യുദ്ധം ചെയ്യും. നടക്കില്ല മോനെ, നടക്കില്ല. അപ്പൊ രണ്ടുപേരും കൂടെ എന്തായി? അടിയായി, ജഗട. ആരും തമ്മില്? വില്യം ഹെഡ്ജസും ഷായിസ്ത ഖാനും തമ്മിൽ. ഓക്കെ അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുട്ടാനുട്ടിയില്
1686. ഓക്കെ, ഈ 1686 ഹുഗ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരുടെ ആ കേന്ദ്രം മുഗൾ എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. മുഗൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷുകാർക്ക് ദേഷ്യം വരില്ലേ? ദേഷ്യം വരും. അപ്പൊ ജോൺ ഷാർനോക്ക് എന്ന് പറഞ്ഞ വ്യക്തി മുഗളുമായിട്ട് 1690 ഒരു ട്രീറ്റി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ട്രീറ്റി പ്രകാരം അവർക്ക് സുൽത്താനുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാവുന്നതാണ്? ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലെ? ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്താ സംഭവിച്ചത്? 1686 ഹുഗ്ലിയിൽ വെച്ച് മുഗൾ ആരാക്രമിച്ചു? ഇംഗ്ലീഷുകാർ ആക്രമിച്ചു. ഇംഗ്ലീഷുകാർ തിരിച്ചടിച്ചു. സമാധാനം ഉണ്ടായത് എപ്പോഴാ? 1690. 1690 എന്താ പറ്റിയത്? ജോൺ ഷാർനോക്ക് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു? മുഗളുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കി. ഈ കോൺട്രാക്റ്റിലൂടെ ഇംഗ്ലീഷിന് ഒരു ഫാക്ടറി ഉണ്ടാക്കാം. എവിടെ ഉണ്ടാക്കാം? സുൽത്താനുട്ടിയിൽ ഉണ്ടാക്കാം. ഇത്രയും കാര്യമൊക്കെ ആണല്ലോ. അപ്പൊ ബംഗാളിലെ രണ്ടാമത്തെ പരിപാടി. ഓക്കെ, അവരൊരു കോട്ട ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ കോട്ടയുടെ പേരാണ് ഫോർട്ട് വില്യം. ഓക്കെ, അവർ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച വർഷമാണ് 1696. അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് 1698 ആ സുൽത്താനുട്ടി ഓർമ്മയില്ലേ? അതിന്റെ കൂടെ ഗോവിന്ദപൂർ, കാലിക്കട്ട എന്ന് വെച്ചാൽ കൽക്കട്ട, സുൽത്താനുട്ടി, ഗോവിന്ദപൂർ, കൽക്കട്ട, ഈ 3 സ്ഥലങ്ങളിൽ അവർക്ക് ഒരു അധികാരം കിട്ടിയത്. അധികാരത്തിന്റെ പേരാണ് സെമീന്ദാരി അധികാരം. അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് എന്താണ് സെമീന്ദാരി അധികാരം എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെമീന്ദാരി അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ടാക്സ് എന്ത് ചെയ്യാൻ പറ്റും? പിരിക്കാൻ പറ്റും. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, സുൽത്താനുട്ടി, ഗോവിന്ദപൂർ, കൽക്കട്ട എന്നീ 3 സ്ഥലങ്ങളിലുള്ള ടാക്സ് ആർക്ക് പിരിക്കാം? ബ്രിട്ടീഷുകാർക്ക് പിരിക്കാം. അപ്പൊ അവിടെയുള്ള ഇന്ത്യക്കാർ ടാക്സ് ആർക്കാ കൊടുക്കേണ്ടത്? ബ്രിട്ടീഷുകാർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ഒരു കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ കോട്ടയെ 1698 ഈ 3 സ്ഥലങ്ങളും കൂടി ബന്ധിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു? കോട്ട ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാര്യം മനസ്സിലായ? ഓക്കെ അല്ലെ? 3 സ്ഥലങ്ങളും കൂടി ബന്ധിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്ത്? കോട്ട ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, 1 സെക്കൻഡ്. 3 സ്ഥലങ്ങളും കൂടി ബന്ധിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്തു? കോട്ട ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കോട്ടയ്ക്ക് 1700 ഫോർട്ട് വില്യം എന്ന് പറഞ്ഞ പേരിട്ട്. അതെന്തുകൊണ്ടാ? വില്യം എന്ന് പറഞ്ഞ രാജാവായിരിക്കും അവിടെ ഭരിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്ത്? ഫോർട്ട് വില്യം എന്ന് പറഞ്ഞ പേരിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോർട്ട് വില്യം കോട്ട ഉണ്ടാന്ന് മനസ്സിലായ? എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറഞ്ഞേ. ഓക്കെ അല്ലെ? കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാ? 1696. ഓക്കെ, 1698 എന്ന് സംഭവിച്ചത് സുൽത്താനുട്ടി, ഗോവിന്ദപൂർ ആൻഡ് കൽക്കട്ട എന്നീ സ്ഥലങ്ങളുടെ സെമീന്ദാരി അധികാരം ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ ഈ 3 സ്ഥലങ്ങളെയും ചേർത്തിട്ട് അവരൊരു കോട്ട ഉണ്ടാക്കാൻ, കോട്ട എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 1700 ഈ കോട്ടയ്ക്ക് എന്ത് പേര് കൊടുത്തു? വില്യം കോട്ട, ഫോർട്ട് വില്യം എന്ന് പേര് കൊടുത്തു. ഇത്രയും കാര്യം ഓക്കെയാണോ? അങ്ങനെയാണെങ്കിൽ പോർച്ചുഗീസുകാര് ഇവര് വന്നതിന് മുമ്പ് ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുജറാത്ത് തൊട്ട് നമ്മുടെ കന്യാകുമാരി വരുന്ന സ്ഥലം. ഈ സ്ഥലങ്ങളിൽ പോർച്ചുഗീസുകാരാണ് കിങ്. ഡച്ചുകാരും ഇവിടെ എന്താണ്? ഇന്ത്യൻ ഓഷനിൽ കിങ് ആണ്. ഫ്രഞ്ചുകാരും എന്തുണ്ട്? ഇവിടേക്ക് വരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും വേണ്ടത് എന്താ? ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരം, എല്ലാവർക്കും വേണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്. ഒരേ സാധനമാണ് എല്ലാവർക്കും വേണ്ടത്. എല്ലാവർക്കും വേണ്ടത് സ്പൈസസ്, എല്ലാവർക്കും വേണ്ടത് കോട്ടൺ, എല്ലാവർക്കും വേണ്ടത് ഒപ്പിയം, എല്ലാവർക്കും വേണ്ടത് ചായ. ഓക്കെ, ഇതാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പൊ എല്ലാവർക്കും കൂടി ഇത് ഡിവൈഡ് കൊടുക്കുന്നത് ശരിയായ നടപടിയല്ലല്ലോ. ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? ജയിക്കും. ആ ജയിച്ചവർക്ക് എന്ത് വേണം? എല്ലാം. അങ്ങനെ ജയിക്കണമെങ്കിൽ ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? പൊളിക്കണ്ടേ? ബാക്കി എല്ലാവരെയും പൊളിച്ചാലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ തങ്ങളുടെ മാർക്കറ്റ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് പറഞ്ഞ്? ബാക്കി എല്ലാവരെയും ഞങ്ങൾ പൊളിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? കോട്ട കെട്ടാം, ആംസ് യൂസ് ചെയ്യുക. ആംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ 1 ബോംബ്, ദാ 2 ബോംബ്, ദാ 3 ബോംബ്, ഇങ്ങനെ എന്ത് ചെയ്തു? ആംസ് എല്ലാം യൂസ് ചെയ്ത് കോട്ടകൾ കെട്ടി, കോട്ടകൾ തകർത്ത് ഇവരെന്ത് ചെയ്ത്? ആക്ച്വലി ട്രേഡേഴ്സ് എന്ന് റൂളേഴ്സ് ആയിട്ട് മാറി. 1651 ആദ്യത്തെ ഇംഗ്ലീഷ് ഫാക്ടറി ഉണ്ടായി എവിടെ? ഹുഗ്ലി റിവറിന്റെ തീരത്ത്. ഹുഗ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കട്ടയിലുള്ള ഒരു റിവറാണ്. 1696 ഇവർ കോട്ട കെട്ടാൻ തുടങ്ങി. ഈ കോട്ടയുടെ കഥ ഇപ്പൊ നമ്മൾ പഠിച്ചല്ലേ ഉള്ളൂ. ആ കോട്ട ഏതാ? ഫോർട്ട് വില്യം. ഓക്കെ, ഫൈൻ. അപ്പോ ഈ സമയത്ത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് ഒരു ഫാർമർ കൂടി കൊടുത്തു. ഫാർമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശാസനമാണ് അധികാരം എന്ന് പറഞ്ഞ സാധനം, അതുകൂടി കൊടുത്തു. അവിടെ എന്താ പറഞ്ഞത്? കമ്പനിക്ക് ഡ്യൂട്ടി ഫ്രീ കൊമേഴ്സ് ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ സാധനങ്ങളുടെ വില കുറവായിരിക്കും.
എന്തുകൊണ്ടാണ് അവിടെ സാധനങ്ങളുടെ വില കുറവുണ്ടാവുക? അവിടെ ടാക്സ് കുറവുള്ള സാധനങ്ങളാണ് വിൽക്കുക. ഓക്കെ, അപ്പൊ ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് അടയ്ക്കണം. അപ്പൊ എന്റെ ചോദ്യം, കമ്പനി ബംഗാളിലാണോ ഉള്ളത്? അതെ. ഈ കമ്പനി ആർക്ക് ടാക്സ് അടക്കേണ്ടത്? ബംഗാളിലുള്ള രാജാവാണ് ടാക്സ് അടക്കേണ്ടത്. ഇന്ത്യയുടെ രാജാവാണ് എന്ത്? ഔറംഗസേബ്. അപ്പൊ ഔറംഗസേബ് കമ്പനിയോട് പറഞ്ഞു എന്ത്? നിങ്ങൾ എന്ത് ചെയ്യണ്ട, ബംഗാളിൽ ടാക്സ് അടയ്ക്കണ്ട. ബംഗാളിലെ രാജാവിന് ഹാപ്പി ആവോ? ഇല്ല. ഇത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? അതെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ എന്തുള്ളൂ? ഈ ഫെസിലിറ്റി ഉള്ളൂ. അപ്പൊ അത് സംഭവമല്ലേ? ആണ്. ഓക്കെ, അപ്പോ ബംഗാളിലെ നവാബായിരുന്ന മൂർഷിദ് കുലി ഖാൻ എന്ന് പറഞ്ഞ ആൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെടുവോ? ഇല്ല. കിട്ടേണ്ട പൈസ പോയില്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഇതിനെതിരെ പ്രതികരിച്ചു. പ്രതികരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, കാരണം ഹെഡ് ആരാ? ഔറംഗസേബ് ആണ്. പക്ഷെ ഔറംഗസേബ് മരിച്ചാലോ? അങ്ങനെ ഔറംഗസേബ് മരിച്ചതിന് ശേഷം ബംഗാളിലെ നവാബ് എന്ത് ചെയ്തു? വീണ്ടും ബംഗാളിനെടുത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കമ്പനിക്ക് ഡ്യൂട്ടി ഫ്രീ കൊടുക്കോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാലം ഒരുപാട് പൈസ അവിടുന്ന് അടിച്ചു മാറ്റി രക്ഷപ്പെട്ടതല്ലേ? വലിയൊരു പൈസ തരിക, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സംഭവം നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? കമ്പനിക്ക് ഈ മണി ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? അവർ ഡിഫൻസ് ഇൻക്രീസ് ചെയ്യുന്നത്, അവർ കോട്ട കെട്ടുന്നത് എല്ലാം എന്തായി? അബോളിഷ് ചെയ്തു. ഓക്കെ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഓക്കെ അല്ലേ, എന്ത് ചെയ്യണം? അവിടെ കോളനി ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതിന്റെ ഫലമായിട്ട് ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധമാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ഈ യുദ്ധമാണ് വ്യാപാരികളായി വന്ന കമ്പനിയെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത്. ആ സിസ്റ്റത്തിലേക്ക് വന്ന കഥ മനസ്സിലായോ? ഓക്കെ അല്ലെ? എന്തുകൊണ്ടാ ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം? പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഔറംഗസേബ് എന്ത് കൊടുത്തു? ഡ്യൂട്ടി ഫ്രീ കൊടുത്തു. ഓക്കെ അല്ലെ? അത് ആർക്ക് ഇഷ്ടമല്ല? ബംഗാളിലുള്ള ആൾക്ക് ഇഷ്ടമല്ല. അപ്പൊ കമ്പനി ഇത് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് പറ്റിയത്? ഔറംഗസേബ് മരിച്ചത്. അപ്പൊ ബംഗാളിലെ രാജാവ് എന്ത് പറഞ്ഞു? ആക്ച്വലി ഇത് ഞങ്ങൾ തിരിച്ചെടുക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ കമ്പനിക്ക് ഇത് പറ്റുമോ? ഇല്ല. അപ്പൊ കമ്പനി എന്ത് ചെയ്തു? ആദ്യമായി യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരുപാട് ആര് വന്നിട്ടുണ്ടായിരുന്നു? യൂറോപ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നെങ്കിലും ആരാണ് ജയിച്ചത്? ഇംഗ്ലീഷുകാരാണ് ജയിച്ചത്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാരണം സ്ട്രക്ചർ ആൻഡ് നാച്ചർ ഓഫ് ട്രേഡിംഗ് കമ്പനീസ്. എന്ന് വെച്ചാൽ എന്താ? ഈ കമ്പനിക്ക് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയെ നിയന്ത്രിക്കാൻ വേണ്ടി കുറച്ച് ആളുകളുണ്ട്. ഈ ആളുകൾ ഇലക്ടഡ് ആയിരിക്കും, എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സിസ്റ്റം ബാക്കി ഒരു കമ്പനിയിലും ഇല്ല. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലില്ല, ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലില്ല, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയില്ല. ഇങ്ങനൊരു സിസ്റ്റം ഇല്ല. അപ്പൊ ഇവിടെ ആര് ജയിക്കാൻ കാരണം? ഇംഗ്ലീഷുകാർ ജയിക്കാനുള്ള കാരണം ഉണ്ടായിരുന്ന ഒന്നാമത്തെ സംഭവം, അവിടെ എന്തുണ്ട്? അവിടെ സ്ട്രക്ചർ ആൻഡ് നാച്ചർ ഓഫ് ട്രേഡിംഗ് കമ്പനി ബാക്കിയുള്ള കമ്പനിയിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്താ? നേവൽ സുപ്പീരിയോറിറ്റി. നേവൽ സുപ്പീരിയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കടലിലെ കിങ് ആരാ? ബ്രിട്ടീഷുകാരാണ്. ഓക്കെ അല്ലെ? സ്പാനിഷുകാരായാലും ഫ്രഞ്ചുകാരായാലും അവരെ ട്രാൽഫാർഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. ഓക്കെ, അടുത്ത സംഭവത്തിന്റെ പേരാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി അവിടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഒരുപാട് മെഷീനറി ഉണ്ടാക്കി. ഒരുപാട് മെഷീനറി ഉണ്ടാക്കുകയാണെങ്കിൽ സാധനങ്ങളുടെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. സാധനങ്ങളുടെ വില എന്തായിരിക്കും? കുറവായിരിക്കും. സാർ കാര്യം മനസ്സിലായില്ല. ഓക്കെ അല്ലേ? നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കുടുംബശ്രീയിൽ ഏതെങ്കിലും ചേച്ചിമാരെ നിങ്ങൾക്ക് അറിയാം? ഓക്കെ അല്ലേ? ആ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചേച്ചിമാർക്ക് ലക്ഷക്കണക്കിന് ഉണ്ടാക്കാൻ പറ്റുമോ? അതോ കുറച്ച് 100-200 ഒക്കെ വട്ടം ഉണ്ടാക്കുക? കുറച്ചല്ല ഉണ്ടാക്കുമോ? അവരുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് 35 മുതൽ 40 രൂപയായിരിക്കും വില ഉണ്ടാവുക. അവർ കുറെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇനി അംബാനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തീരുമാനിച്ചു വിചാരിക്കും. അംബാനിക്ക് മെഷീനറി ഉണ്ട്, ലക്ഷക്കണക്കിന് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കുന്ന കോസ്റ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോ നമ്മുടെ കുടുംബശ്രീ ചേച്ചിയുടെ ഉണ്ണിയപ്പത്തിന്റെ വില 40 രൂപ, അംബാനിയുടെ ഉണ്ണിയപ്പത്തിന്റെ വില 10 രൂപ. എല്ലാവരും എന്താ വാങ്ങുന്നത്? കുടുംബശ്രീ ചേച്ചിയുടെ ഉണ്ണിയപ്പമാണോ അംബാനിയുടെ ഉണ്ണിയപ്പമാണോ? കുടുംബശ്രീ ഉണ്ണിയപ്പം, സോറി, അംബാനിയുടെ ഉണ്ണിയപ്പം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുടുംബശ്രീ പൊളിയില്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇത് കാരണം രണ്ട് സ്ഥലത്തെ ആളുകൾക്ക് പ്രശ്നം ഉണ്ടായി. ഒന്ന്, ബാക്കിയുള്ള യൂറോപ്യൻസിന്. രണ്ടാമത്തെ, ഇന്ത്യയുള്ള ആളുകൾ എന്ത് ചെയ്തു? പൊളിഞ്ഞു. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന ആരാ? ഇംഗ്ലീഷുകാരാണ്. ഓക്കെ അല്ലെ? അവിടെ പുതിയ ടെക്സ്റ്റൈൽസ് ഉണ്ടായി, മെറ്റലർജി ഉണ്ടായി, സ്റ്റീം പവർ ഉണ്ടായി, പുതിയ രീതിയിലുള്ള അഗ്രികൾച്ചർ ഉണ്ടായി. ഓക്കെ അല്ലെ? ഏറ്റവും അടിപൊളിയായിട്ട് മിലിറ്ററി സ്കിൽ ആൻഡ് ഡിസിപ്ലിൻ ഉള്ള സേനയുടെ കയ്യിലാണ്? ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലാണ്. ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിൽ പുതിയ പുതിയ ഇന്നോവേറ്റീവ് ടാക്ടിക്സ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത് കാരണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ ഇവരെ, ഓക്കെ, സ്മോളർ ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് ഫൈറ്റേഴ്സ് ഡിഫീറ്റ് ലാർജർ ആർമീസ്.
ഇവര് ആളുകൾ എണ്ണത്തിൽ കുറവാണ്, പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ ആർമിയെ എന്ത് ചെയ്യാവുന്നതാണ്, എന്താ പറയാ, തകർക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് 10,000 പേര്, ഇവരാകെ 500 പേരേ ഉള്ളൂ. ആര് ജയിക്കും? ഇംഗ്ലീഷുകാർ ജയിക്കും. എന്തുകൊണ്ടാ? ഒന്നാമത്തെ കാരണം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, രണ്ടാമത്തെ കാരണം എന്താ, മിലിറ്ററി സ്കിൽ ആൻഡ് ഡിസിപ്ലിൻ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അടുത്തത് എന്താ, സ്റ്റേബിൾ ഗവൺമെന്റ്. നിങ്ങൾ ഫ്രാൻസിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രാൻസിൽ ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കുന്ന ഒരു പാട്ടാണ് എന്ത്, ഫ്രഞ്ച് റവല്യൂഷൻ, അതായത് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം അവിടെ ഭരിക്കാൻ വന്ന ആളുടെ പേരാണ് നെപ്പോളിയൻ. നെപ്പോളിയൻ ചുമ്മാ തരുന്നില്ല, നെപ്പോളിയൻ എന്ത് ചെയ്തു, യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഫ്രഞ്ചിൽ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് അല്ല. ഓക്കെ. പക്ഷെ ബ്രിട്ടനിൽ എന്താണ്, ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ആണ്. ജനാധിപത്യത്തിന്റെ പാർലമെന്റിന്റെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം എവിടെയാ, ബ്രിട്ടൻ ആണ്. ആ ബ്രിട്ടനിൽ എന്താണ്, സ്റ്റേബിൾ ഗവൺമെന്റ് ആയത് കാരണം വളരെ വളരെ കുഴപ്പമില്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാര്യങ്ങൾ നടത്താൻ പറ്റി. ഇത്രയും കാര്യം ഓക്കെ അല്ല. അടുത്തൊരു പോയിന്റ് ആണ് ലെസർ സീൽ ഫോർ റിലീജിയൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിൻ, പോർച്ചുഗൽ, ഡച്ച് ഇവരെ പോലെ ഒന്നും അല്ലാതെ ഇവർക്ക് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഇവർക്ക് എന്താ വേണ്ടത്, പൈസ കിട്ടിയാൽ മതി. അപ്പൊ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കാത്ത കാരണം ഇന്ത്യയിലുള്ളവർക്ക് ബ്രിട്ടനോട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോയി പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ മതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ലല്ലോ, നോ ഇഷ്യൂ. ഓക്കെ. അപ്പൊ നോ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഈ കാര്യങ്ങൾ ചെയ്തു. അത് കാരണം ഇന്ത്യയിലുള്ള ആളുകൾക്ക് ബ്രിട്ടനോട് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ. ഇതെല്ലാം ചെയ്യണമെങ്കിൽ, ബിസിനസ് തുടങ്ങണമെങ്കിൽ, പിന്നെന്താ, യുദ്ധം നടത്തണമെങ്കിൽ പ്രധാനപ്പെട്ട സംഭവം എന്താ, സാറ് പ്രൊഡക്റ്റ് വേണം, എന്ത് വേണം, യുദ്ധം നടത്തണമെങ്കിൽ തോക്ക് വേണം, ആയുധങ്ങൾ വേണം. അതിനേക്കാൾ മുമ്പ് ഒരു സാധനം വേണം. ആ സാധനം വേണ്ടി പൈസ ഇല്ലാതെ ഈ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒരു ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ബാങ്കിന്റെ പേരാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇഷ്ടം പോലെ പൈസ ആർക്ക് കൊടുക്കും, ബ്രിട്ടന് കൊടുക്കും. അത് കാരണം ബ്രിട്ടൻ എന്ത് ചെയ്യാവുന്നതാണ്, യൂറോപ്പിലെ ബാക്കിയുള്ള ശക്തികളെ തോൽപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാർ സക്സസ്ഫുൾ ആയത് ആർക്ക് മുകളിൽ, ബാക്കിയുള്ള യൂറോപ്യൻസ് മുകളിൽ. ഒന്നാമത്തെ കാരണം സ്ട്രക്ചർ ആൻഡ് നാച്ചർ ഓഫ് ട്രേഡിംഗ് കമ്പനീസ്. ഓക്കെ. ഏതുപോലെയുള്ളതാ, ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഉണ്ട്. അവരെന്ത് ചെയ്യും, ആനുവൽ ആയിട്ട് ഇലക്ട്രൽ ആയിരിക്കും. രണ്ടാമത്തെ എന്താ, നേവൽ സുപ്പീരിയോറിറ്റി. ഫ്രഞ്ച് ആണെങ്കിലും സ്പാനിഷ് ആണെങ്കിലും ഡച്ച് ആണെങ്കിലും അവരെക്കാളും സുപ്പീരിയർ നേവി ഉണ്ടായിരുന്ന ആരുടെ പുറത്താ, ഇംഗ്ലീഷുകാരുടെ പുറത്താണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന എവിടെയാ, ഇംഗ്ലണ്ടിലാണ്. ഏറ്റവും മികച്ച മിലിറ്ററി സ്കില്ലും ഡിസിപ്ലിനും ഉള്ള എവിടെയാ, ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ 10 പേരുണ്ടെങ്കിൽ അവർക്ക് 1000 പേര് തോൽപ്പിക്കാൻ പറ്റുമോ, പറ്റും. ബിക്കോസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന എവിടെയാ, ഇംഗ്ലണ്ടിലാണ്. സ്റ്റേബിൾ ഗവൺമെന്റ് ആണോ ഇംഗ്ലണ്ടിലുള്ളത്? അതെ. ഫ്രഞ്ചിൽ സ്റ്റേബിൾ ഗവൺമെന്റ് ആണോ? അല്ല. അപ്പൊ ഫ്രഞ്ചുകാർ തോക്കും, ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യും, ജയിക്കും. സ്പെയിനിനെയും പോർച്ചുഗലിനെയും ഡച്ചിനെയും പോലെ ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി വളർത്താൻ വേണ്ടി അവർ അത്ര ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ലെസർ സീൽ ഫോർ റിലീജിയൻ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇത് കാരണം ലോക്കൽ പോപ്പുലേഷൻ ഇന്ത്യയിലുള്ളവർക്ക് ബ്രിട്ടീഷുകാരോട് വലിയ എതിർപ്പുണ്ടായിരുന്ന ഇല്ല. ഓക്കെ അല്ലേ? ബ്രിട്ടീഷുകാർ ഓക്കെ ആയിരുന്നോ? അവർക്ക് ഓക്കെ ആയിരുന്നു, ബാക്കിയുള്ളവരെക്കാളും. ഓക്കെ. അവർക്ക് പൈസ തരാൻ വേണ്ടി ബാങ്ക് ഉണ്ട്. ആ ബാങ്കിന്റെ പേരാണെന്ത്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ അല്ലേ? ആ ബാങ്കിന്റെ പേരാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണോ? അതെ. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗമാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ബ്രിട്ടീഷ് ഇൻ കേരള. ഒരു ഭാഗത്തേക്ക് പോവല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഈ കേരളം കൂടി പഠിച്ചിട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ കേരളത്തില് ടീ, കോഫി, റബ്ബർ പ്ലാന്റേഷൻ ആരാ ഉണ്ടാക്കിയത്, ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയത്. ഓക്കെ അല്ലേ? ഡെവലപ്മെന്റ് നടത്തി. ഓക്കെ. ഇവര് പ്രധാനമായിട്ട് ഭരിച്ച സ്ഥലമാണ് മലബാർ എന്ന് പറയുന്നത്. ഈ മലബാറിൽ അവർ ജുഡീഷ്യൽ സിസ്റ്റം കൊണ്ടുവന്നു. ജുഡീഷ്യൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് സിസ്റ്റം കൊണ്ടുവന്നു. സാർ എങ്ങനെയാ കോർട്ട് സിസ്റ്റം ഉണ്ടാവുക? മലബാറിനെ അവർ 7 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ഡിവൈഡ് സ്ഥലത്തിന്റെ പേരാണ് ടൊറോണ്ടോ. അത് ജുഡീഷ്യൽ സോൺ ആണ്. സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട് പാലക്കാടാണ്. ഈ പാലക്കാടുള്ള എനിക്ക് എന്തെങ്കിലും കേസ് കൊടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ പോയി കേസ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് പാലക്കാടാണ് കേസ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ അതിനെ വിളിക്കുന്ന പേരാണ് സോൺ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോയി കേസ് കൊടുക്കണം വിചാരിക്കൂ. ഇന്ത്യയിലുള്ള എല്ലാ കോടതിയിലും പോയി കേസ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ അല്ലേ? നിങ്ങളുടെ അടുത്ത് ഏത് കോടതിയാണുള്ളത് അവിടെയാണ് പോകേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തുണ്ട്, ഒരു സോൺ ഉണ്ട്. ആ സോണിനെ വിളിക്കുന്ന പേരാണ് ടൊറോണ്ടോ. എത്ര സോൺ ഉണ്ട്? 7 എവിടെയാ ഉള്ളത്? മലബാറിലാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡൗട്ടാണ്, സാർ എന്താ മലബാറിൽ ചെയ്തത്, എന്തുകൊണ്ടാണ് കൊച്ചിയിലും തിരുവിതാംകൂറിലും ചെയ്യാതിരുന്നത്? ഓക്കെ അല്ലേ? ഡൗട്ട് വന്നില്ലെങ്കിൽ ഡൗട്ട് വരണം. ഓക്കെ. കൊച്ചിയിൽ ഒരു രാജവംശമുണ്ട്, കൊച്ചി രാജവംശം. തിരുവിതാംകൂറിൽ ഒരു രാജവംശമുണ്ട്, തിരുവിതാംകൂർ രാജവംശം. മലബാറിൽ ഒരു രാജവംശമുള്ള ഞങ്ങൾക്ക് അറിയില്ല. ആ മലബാറിനെ വിളിക്കുന്നവരാണ് എന്ത്, പ്രവിശ്യ, പ്രൊവിയൻസ് എന്നാണ് വിളിക്കുക. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥലമാണ് എന്ത്, മലബാർ. തിരുവിതാംകൂറിൽ തിരുവിതാംകൂർ രാജവംശമുള്ളത്, കൊച്ചിയിൽ കൊച്ചി രാജവംശമുള്ളത് കൊണ്ടും മലബാറിൽ അവരെന്ത് ചെയ്തു,
അവരുടേതായ മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ടാണ് കോൺട്രിബ്യൂഷൻസ് പ്രധാനമായിട്ട് എവിടെ നടക്കുന്നത്? മലബാറിൽ നടക്കുന്നത്. ഈ കാര്യം മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായോ? 1802 ജുഡീഷ്യലും എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് എന്ത് ചെയ്തു? ഡിഫറൻഷിയേറ്റ് ചെയ്തു. സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിനെയും കോടതിനെയും വേർതിരിച്ചു. ഗവൺമെന്റും കോടതിയും ഒന്നാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കേസ് കൊടുക്കുക? സാർ മനസ്സിലായില്ല. PSCയിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല, നിങ്ങൾക്ക് കേസ് കൊടുക്കണം. ആർക്കെതിരെ കേസ് കൊടുക്കുക? ഗവൺമെന്റിനെതിരെ. നിങ്ങൾ എവിടെയാ പോവുക? കോടതിയിൽ. അപ്പൊ ഗവൺമെന്റും കോടതിയും ഒന്നാണെന്ന് വിചാരിക്കുക, ഗവൺമെന്റിനെതിരെ കോടതി കേസ് എടുക്കുമോ? ഇല്ലല്ലോ. കോടതിനെ സെപ്പറേറ്റ് വെക്കണം, ഗവൺമെന്റിനെ സെപ്പറേറ്റ് വെക്കണം. വെക്കണ്ടേ? അത് എപ്പോ അവർ ചെയ്തു? 1802 1802 ചെയ്തു. എവിടെ ചെയ്തു? മലബാറിൽ ചെയ്തു. ഡിസ്ട്രിക്ട് കോർട്സ് ഉണ്ടാക്കി എവിടെയൊക്കെ? തലശ്ശേരിയിൽ, കോഴിക്കോട്. പ്രൊവിയൻസ് കോർട്ട് ഉണ്ടാക്കി എവിടെ? കോഴിക്കോട്. 1874 ആദ്യത്തെ ടെയിൽ ഫാക്ടറി ഓട്ട് കമ്പനി ഉണ്ടാക്കി എവിടെ? പുതിയരക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ. കനോളി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ആഗ്രഹം എന്ത്? ഒരു തേക്കും തോട്ടം ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ വിളിച്ച പേരാണ് കനോളി പ്ലോട്ട്. 1-2 ഏക്കർ അല്ല, 1500 ഏക്കറാണ് എന്ത് ഉണ്ടായിരുന്നത്? അവർ തേക്കും തോട്ടം ഉണ്ടാക്കിയിരുന്നത്. 1797 അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അവർ സ്പൈസസ് കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ലാൻഡ് റവന്യൂ ടാക്സ് സിസ്റ്റം, ഭൂനികുതി പിരിക്കുന്ന സിസ്റ്റത്തെ അവർ മാറ്റി. ഓക്കെ. കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം, കോടതികൾ അവർ സ്റ്റാർട്ട് ചെയ്തു. വ്യാപാരം ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു. അഗ്രികൾച്ചറിനെ കമേഴ്ഷ്യലൈസ് ചെയ്തു. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ബിസിനസ്, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ് ഇവയുമെല്ലാം എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. ഓക്കെ അല്ലേ? അവരുടെ ആദ്യത്തെ ട്രേഡിംഗ് പോസ്റ്റ് ഉണ്ടായിരുന്നത് വിഴിഞ്ഞത്താണ്. അവർ ആദ്യമായി കോട്ട കെട്ടിയത് 5 തെങ്ങിലാണ് 1695. കോട്ട കംപ്ലീറ്റ് ആയത് 1699. 1861 ഫസ്റ്റ് റെയിൽ ട്രാക്ക്, ആദ്യമായിട്ട് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കി ബേപ്പൂരിനും തിരൂരിനും ഇടയിൽ. ഓക്കെ അല്ലേ? ഇവർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട റിവോൾട്ടാണ് 5 തെങ്ങ് റിവോൾട്ട്. ഓക്കെ. 1697 ആറ്റിങ്കലിലെ ആളുകൾ 5 തെങ്ങിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് നടത്തി. സർ എന്തുകൊണ്ടാണ് റിവോൾട്ട് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റിങ്കൽ ഭാഗത്തുള്ള റാണി അവിടെയുള്ള പെപ്പർ, കുരുമുളകിന്റെ ട്രേഡ് ആര് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. അപ്പൊ അവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലേ? അതുകൊണ്ടാണ് അവർക്കെതിരെ റിവോൾട്ട് നടത്തിയത്. 5 തെങ്ങ് എവിടെയുള്ളതാ? ട്രിവാൻഡ്രത്തുള്ളതാണ്. 1684 ഉമയമ റാണി അല്ലെങ്കിൽ ആറ്റിങ്കൽ റാണി എന്ന് പറഞ്ഞ അവർക്ക് ബ്രിട്ടീഷുകാർ പെർമിഷൻ വാങ്ങിയത് കോട്ട ഉണ്ടാക്കാൻ വേണ്ടി. 1695 അവർ 5 തെങ്ങ് കോട്ട എന്ത് ചെയ്തു? ഉണ്ടാക്കി. ഓക്കെ അല്ലേ? ഇതെല്ലാം കൊണ്ട് ആറ്റിങ്കലിന്റെ ആളുകൾ വളരെയധികം ആംഗ്രി ആയിരുന്നു, വളരെയധികം ദേഷ്യമായിരുന്നു. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. ഇത്രയും കാര്യം ഓക്കെയാണോ? ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. ഒരു സെക്കൻഡ്. ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാസ് ആണ് വേണ്ടത്, എന്തൊക്കെ ടോപ്പിക്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക? കമന്റിൽ പറയുക, അല്ലെങ്കിൽ നേരിട്ട് മെസ്സേജ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോപ്പിക്സ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.